everyone. Welcome to MindMed channel. This is Dr. Basil. I'm Dr. Chippy Basil, consultant psychiatrist, MOIC Medical College, കോലഞ്ചേരി. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നതിനുള്ള കാരണം ലോക ആത്മഹത്യ പ്രതിരോധ ദിനമായി കാണുന്ന വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവനുകൾ പൊലിയുന്നത് പലവിധ രോഗങ്ങൾ കൊണ്ടല്ല. സ്വന്തം ജീവൻ, അമൂല്യമായ ജീവൻ, നമുക്ക് കിട്ടാത്ത ജീവൻ, ആ ജീവൻ വെറുതെ കൊണ്ടുപോയി നമ്മളാൽ തന്നെ അവസാനിപ്പിക്കുന്ന അവസ്ഥയാണ് ആത്മഹത്യ. എൻ്റെ കോളേജിൻ്റെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത സ്കൂളിലെ ടോപ്പറായിട്ടുള്ള കുട്ടി 4 ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ പ്രവണതയുമായി എൻ്റെ ICUവിൽ അഡ്മിറ്റഡായി. ഈ കുട്ടിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, ജ്ഞാനമില്ലാത്തതുകൊണ്ടല്ല, അവനുണ്ടായ അവസ്ഥ എന്നുള്ളത് ഒറ്റപ്പെടലാണ്. മദർ തെരേസ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് പണമില്ലായ്മയല്ല, ഒറ്റപ്പെടലാണ്. ടു സംബഡി ടു ബി വിത്ത് സമ്മൺ. ഇന്നലെയാണെന്ന് തോന്നുന്നു, മിനിയാന്ന് ഒരു സഹോദരി അഡ്മിറ്റായി ഞങ്ങളുടെ അടുത്തുള്ള ദേശത്തു നിന്നാണ്. ആ സഹോദരി ഏകദേശം കുറേ തൈറോയ്ഡ് ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ചിട്ട് വന്നിരിക്കുന്നത്. വളരെ ചെറിയൊരു പ്രശ്നം, വീട്ടിലുണ്ടായ ഒരു കാര്യം, അതാണ് അവർ ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാൻ ഇന്ന് കാലത്ത് വേറൊരു വ്യക്തി പാരാക്യൂറ്റ് കഴിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വ്യക്തിയോട് ഞാൻ സംസാരിച്ചിട്ട് വന്നു. എന്തു പറ്റി ചേട്ടാ, എന്താ കഴിക്കാൻ കാരണം? ആ ഒരു ചിന്ത എനിക്ക് പെട്ടെന്ന് കയറി വന്നു. അങ്ങനെ ചെയ്തു സാറേ, പക്ഷെ എനിക്കിപ്പോൾ ജീവിക്കണം താല്പര്യമുണ്ട്. ഈ പാരാക്യൂറ്റ് 150 ml കുടിച്ചു കഴിഞ്ഞാൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിന് മുമ്പായി എൻ്റെയും നിങ്ങളുടെയും തലകളിലേക്ക് ഈ ചിന്ത എത്തിക്കാൻ വേണ്ടിയാണ് ഈ ടോപ്പിക്, ഈ ക്ലാസ്, ഈ ടോപ്പിക് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. മിക്കപ്പോഴും ജീവിതത്തിലെ ഓരോ പിണക്കങ്ങളും ഓരോ പ്രശ്നങ്ങളും ചുഴഞ്ഞു നോക്കിയാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. തമിഴ്നാട്ടിൽ ഞങ്ങൾ പറയുന്നതിന് വെങ്കായ ഷണ്ട അഥവാ ഉള്ളി, നമ്മൾ സവാള ഉള്ളിയുടെ ഓരോ എതിളിങ്ങനെ പൊളിച്ചെടുത്ത് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം തപ്പി പോകുമ്പോൾ എന്തെങ്കിലും കാണുമോ? ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെയാണ് സാധാരണ ആൾക്കാരുടെ അധികവും ഷണ്ടകൾ അഥവാ അവരുടെ പ്രശ്നങ്ങളെല്ലാം. ഇതിനൊന്നും ഒരു കാരണങ്ങളും മിക്കപ്പോഴും ഉണ്ടാവില്ല. ഈ സാഹചര്യം എന്തെന്നും അതിനുള്ള കാരണം എന്തെന്നും മനസ്സിലാക്കാതെ, അത് ഉൾക്കൊള്ളാതെ പെരുമാറുമ്പോഴാണ് മിക്കപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇത് 2024 മുതൽ 2026 വരെയുള്ള ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആത്മഹത്യയെപ്പറ്റിയും അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണതയും പറ്റിയുള്ള ജനങ്ങളുടെ സമീപനം അത് നിശബ്ദതയും അതുപോലെ തന്നെ അവഗണനയുമാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വന്ന് അത് ചേർത്ത് പിടിക്കലിൻ്റെയും ഏറ്റുപറച്ചിൻ്റെയും സമീപനത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ പ്രമേയത്തിൻ്റെ ലക്ഷ്യം. അതെ, പണ്ട് കാലത്തെല്ലാം നമ്മുടെ വീടുകളിലെല്ലാം കൂട്ടുകുടുംബമായിരുന്നു. എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് ഞങ്ങളുടെ തറവാട്ടിൽ ഒരു വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 450 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ തന്നെ 10-12 പേരുണ്ടാവും. അപ്പോൾ മിക്കപ്പോഴും നമുക്ക് ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്തേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും. നൗഡേയ്സ് നമ്മൾ ഈ ന്യൂക്ലിയർ കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ അപ്പൻ്റെ ശൈലിയിൽ, അമ്മയുടെ ശൈലിയിൽ ഒരു മോനോ ഒരു മോളോ ഉണ്ടാവും. അവർ പിന്നെ നടുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ ഇവരിടന്ന് ഞെരുങ്ങുക. ഏറ്റവും പ്രധാനം കൂട്ടാവുക. ചിലർക്കെങ്കിലും കൂട്ടാവാൻ പറ്റുമോ? ചിലരെങ്കിലും കൂടെ ചേർക്കാൻ പറ്റുമോ? നിങ്ങൾക്കും പല ജീവനുകളും രക്ഷിക്കാം. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിയ കാരണങ്ങളൊന്നാണ്, ഇപ്പോൾ ക്രിട്ടിക്കൽ കെയറിലൊക്കെ ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്ന കേസസൊക്കെ നമ്മളോട് പറഞ്ഞല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്കനുസരിച്ച് 30% ആത്മഹത്യകളും കുടുംബ പ്രശ്നങ്ങൾ മൂലമാണെന്നാണ് പറയുന്നത്. 18% ഉള്ള ആത്മഹത്യ പ്രവണത, അതായത് ഫിസിക്കൽ ഓർ മെൻ്റൽ, അതായത് മാനസികമായും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് 18%. ഈ 6 മുതൽ 8% വരെ മദ്യം, മറ്റുള്ള പല ലഹരികളുണ്ടാണെന്ന് പറയുന്നു. എന്നാൽ സാമൂഹിക കാരണങ്ങൾ ഉദ്ദേശിച്ച് നോക്കുമ്പോൾ കൂടുതലും കാണപ്പെടുന്നത് ഒന്ന് ഈ പറഞ്ഞ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, അതായത് ആരുമില്ല എന്നൊരു തോന്നലുണ്ടാവുക. ഉള്ളിൽ ഈ സോഷ്യലായിട്ടുള്ള, അതായത് മറ്റ് സാമൂഹ്യമായിട്ടുള്ള ആളുകളോടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുക, ഒന്നും തുറന്നു പറയാതെ ഇരിക്കുക, അതായത് നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമാണെന്ന് തോന്നുക.
ഇതൊക്കെയാണ് കൂടുതലും ഇതിൻ്റെ ആത്മഹത്യക്കുണ്ടാകുന്ന കാരണങ്ങൾ. പിന്നെ സീരിയസ് ആയിട്ടുള്ള ആത്മഹത്യ പ്രവണതകൾ കൂടുതലും കാണപ്പെടുന്നത് ഈ സിവിയർ ഡിപ്രഷൻ, അതുപോലെ തന്നെ സൈക്കോസിസ്, ഇതുപോലുള്ള തീവ്രമായ മാനസിക രോഗങ്ങൾ കൊണ്ടും ഇങ്ങനത്തുള്ള ബുദ്ധിമുട്ടുകൾ കാണാം. ഈ ആത്മഹത്യ പ്രവണതകൾ രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത് ജീവൻ പോകണം, അതായത് ജീവന് ഹാം വരുത്തണം തന്നെ ഉള്ളൊരു ഹാം ചെയ്യുന്ന രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ ശരീരത്തിന് ഹാം ചെയ്യുക, രണ്ട് രീതിയിലും ആത്മഹത്യ പ്രവണതകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇമ്പൾസീവായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഴക്ക് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് ചെയ്യുന്നതാണ്. രണ്ടാമതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്ലാൻ, അതായത് ചില ലക്ഷണങ്ങൾ, ചില വാർണിംഗ് സൈൻസ് ഉണ്ട്. അതിലൊരു വാർണിംഗ് സൈൻസ് ആണ് നമ്മൾ പറയുന്നത്, ചിലവർ പറയത്തില്ല ഞാൻ ഇനി അധികം നാളെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും പറയുന്ന രണ്ട് വ്യത്യസ്ത രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മിക്കപ്പോഴും ഈ പെൺകുട്ടികൾ മരിക്കും എന്ന് പറഞ്ഞിട്ട് മിക്കപ്പോഴും പറ്റിക്കാൻ ചെയ്യുന്നത്, ഞാനൊരു ഡോക്ടർ എന്ന രീതിയിൽ ക്രിട്ടിക്കൽ കെയറിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിൽ ഞാൻ കണ്ടേക്കുന്നതാണ്, ഇവർ മിക്കപ്പോഴും പറ്റിക്കാൻ, പേടിപ്പിക്കാൻ ചെയ്യുന്ന ഒരു പരിപാടി. പുരുഷന്മാർ ചെയ്യുമ്പോൾ മരിക്കാൻ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ഉണ്ടോ? നമ്മുടെ അതിനകത്തൊരു എപ്പിഡമോളജി ആ കണക്കനുസരിച്ച് കൂടുതലും സൂയിസൈഡൽ, കൂടുതലും കമ്മിറ്റഡ് സൂയിസൈഡ് കൂടുതലും കാണുന്നത് അത് ആണുങ്ങൾക്ക് തന്നെയാണ്. എങ്ങനെ സൂയിസൈഡ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? സൂയിസൈഡ് ശരിക്കും ഒരു പ്രിവെൻറ്റബിൾ കണ്ടീഷൻ തന്നെ, ഒരു വിപത്ത് തന്നെയാണ്. അത് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നത് തന്നെയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ അതായത് നമ്മൾ മറ്റുള്ളവരുടെ, അതായത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളുള്ളവരിൽ ആർക്കെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ആയിട്ട് ഇരിക്കുന്നെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുക, അവരോട് ഷെയർ ചെയ്യാൻ പറയുക അവരുടെ സങ്കടങ്ങൾ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് നല്ലൊരു ലിസണർ ആയിരിക്കുക, കേൾക്കുക, അവരുടെ മനസ്സിലെ സങ്കടങ്ങൾ ഒരു കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അത് അവരുടെ ജീവിതത്തിൽ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സമാധാനം കിട്ടാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഹെൽപ്പ് ചെയ്യുക, അതായത് നമ്മളാൽ പറ്റുന്ന സഹായം. ഈ കേൾക്കുക എന്ന് പറയുന്നത്, നമ്മളൊരു നല്ല കേൾവിയുള്ള ആളെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സഹായമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനുകളിൽ അപ്പുറത്താണ് അവരുടെ വിഷമവും സങ്കടവും എങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ നല്ല സൈക്കാട്രിസ്റ്റിനോ സമീപിക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നാലാമതായി പറഞ്ഞാൽ സ്റ്റേ കണക്റ്റഡ് വിത്ത് ദം. ഇതൊക്കെ ചെയ്തിട്ട് അവരെ പരിചയപ്പെടുത്തിയെങ്കിലും വീണ്ടും കുറച്ച് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ള ഒരു അന്വേഷണം, ആ ഒരു കണക്ഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തുള്ള രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അവരെ തുടർച്ചയായിട്ട് നോക്കുക, നമ്മളാൽ ആവുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. കുറച്ചുകൂടെ സോഷ്യലായിട്ട്, ഈ ഐസൊലേറ്റഡ് ആയിട്ടിരുന്നവർക്ക് സോഷ്യലായിട്ട് ബന്ധപ്പെടുത്താനൊക്കെ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഈ ആത്മഹത്യ പ്രവണത നമ്മളല്ല, ഒരു സമൂഹം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക വ്യക്തി എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പലരോടും ചുരുക്കം പറഞ്ഞാൽ കൂട്ടാവുക, പലരെയും കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്, അത് പ്രത്യേകിച്ച് ഒരു ഡിപ്രഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കൂടെ ചേർത്ത് പിടിച്ച് ആ വ്യക്തിയുടെ കൂടെ പറ്റുന്നിടത്തോളം നമ്മൾ കൂടെ ചേർന്ന് നടക്കുകയും അവരിൽ നിന്ന് പറ്റുന്നിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. അതിന് പറ്റാത്ത സമയത്ത് ഒരു മെഡിക്കൽ പരമായിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സയന്റിഫിക് എവിഡൻസ് എന്ന രീതിയിൽ ഈ സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലുള്ള ആൾക്കാർക്ക് സെറട്ടോണിൻ പോലത്തെയുള്ള തലച്ചോറിലെ ന്യൂറോ പദാർത്ഥങ്ങൾ കുറവും, അതുപോലെ തലച്ചോറിലുള്ള എൻഡോർഫിൻസ് പോലെയുള്ള ഹോർമോൺസ് കുറവും എന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു. അപ്പോൾ ഇത് ഇപ്രകാരമുള്ള സൂയിസൈഡൽ ടെൻഡൻസീസ് ഉള്ള ആൾക്കാരുടെ ഈ ഹോർമോൺസിന്റെ അളവ് കൂട്ടിവെച്ചാൽ നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ കഴിയത്തില്ലേ? ഒരു പരിധി വരെ കഴിയും. കാരണം ഇത് കൂടുതലും ഈ ഡിപ്രസീവ് സിംറ്റംസ് ആണ്, ഈ സെറട്ടോണിന്റെ അളവൊക്കെ കുറയും. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം. എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം എന്നുള്ളത്. നമ്മൾ ശരീരത്തെ അസസ് ചെയ്യും, മിക്കപ്പോഴും ടെസ്റ്റുകളിലൂടെയല്ല. മനസ്സിൻ്റെ ആരോഗ്യം അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പം മാനസിക ആരോഗ്യം ഇമ്പ്രൂവ് ആയിരുന്നാൽ ഇങ്ങനെ സൂയിസൈഡൽ ടെൻഡൻസീസ് കുറവായിരിക്കും. അപ്പോൾ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ടിപ്സ് എന്തെല്ലാമായിരിക്കും? മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ അത് മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കും. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം. ഒരു 7 to 8 മണിക്കൂറെങ്കിലും ദിവസം ഉറങ്ങാൻ ശ്രമിക്കുക. കൃത്യമായ എക്സസൈസ്, അതായത് ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഇളം വെയിൽ ചൂടേറ്റുള്ളൊരു നടപ്പ്, അത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം
നമുക്ക് കൂട്ടാൻ, നമുക്ക് വൈറ്റമിൻ ഡിയിലുള്ള പ്രതിരോധ ശക്തി നമ്മൾ വർദ്ധിപ്പിക്കാനൊക്കെ അത് സഹായിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കുടുംബ ബന്ധങ്ങൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വിഷമങ്ങളും സങ്കടമുള്ളതൊക്കെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക. എന്നും കുറച്ച് സമയം നമുക്ക് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ പാട്ട് പാടാൻ കഴിവുള്ളവർ, അതുപോലെ തന്നെ അങ്ങനത്തെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നും ചെയ്യുവാനായിട്ട് ദിവസവും ശ്രമിക്കുക. നമ്മുടെ നല്ല, അതായത് കൃത്യമായ ഭക്ഷണം, അതായത് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഹാപ്പി ഹോർമോണായ സെറട്ടോണിനൊക്കെ ഒരു പരിധിവരെ കൂട്ടുവാൻ നമുക്ക് സഹായിക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണ്. ഞങ്ങൾ ഈ തലച്ചോറ് സെറട്ടോണിൻ എന്ന് പറയുന്നത് നല്ലതുണ്ടാക്കുന്ന ഹോർമോൺ ഉണ്ടാക്കുന്ന 20% 80% അതുണ്ടാക്കുന്നത് ഗട്ടിലെ കുടലിലെ ബാക്ടീരിയ. ഈ കുടലിലെ ബാക്ടീരിയസാണ് നമുക്ക് നല്ലത് തോന്നിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും എതിർക്കാൻ പറ്റില്ല. ഗട്ട് ബ്രെയിൻ ആക്സിസ്, ആ വയറിലുള്ള പ്രോബയോട്ടിക്സും അതിനു വേണ്ടിയുള്ള പ്രീബയോട്ടിക്കും ആയിട്ടുള്ള ബാക്ടീരിയാസും അതിനു വേണ്ടിയിട്ടുള്ള ഭക്ഷണവും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ, തൈര്, അതുപോലെ ഇഡ്ഡലി, അതുപോലത്തെ ആഹാരങ്ങളെല്ലാം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും, അതുപോലെ ഫ്രൂട്ട്സ് പോലുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നതും, അതെല്ലാം ഈ വയറിലെ ബാക്ടീരിയയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളാണല്ലോ. ഇതെല്ലാം കഴിക്കുന്നതും നമുക്കൊരു പരിധിവരെ നമുക്ക് പോസിറ്റീവായി നിൽക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇതായിട്ട് ഈ ആത്മഹത്യയെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സോഷ്യൽ റോളുള്ള ഒരു വ്യക്തിക്ക്, അതായത് ഒരു അച്ഛൻ, അമ്മ, ഇങ്ങനെ ഈ സമൂഹത്തിലൊരു പ്രധാനപ്പെട്ട റോളുകൾ കീപ്പപ്പ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു പരിധി വരെ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. കാരണം അവർ എപ്പോഴും ചിന്തിക്കും അവർക്ക് ഇങ്ങനെയുള്ള റോളുകളുള്ളതാണ്. അങ്ങനെ ഒരു പരിധി വരെ അങ്ങനെ അവർ ചെയ്യാൻ സാധ്യതയില്ല. രണ്ടാമതായി പറഞ്ഞാൽ ഈ സ്പിരിച്വലായിട്ട്, അതായത് ഈ ആത്മീകമായി ദൈവത്തോടൊക്കെ ഒരു അടുപ്പമുള്ളവർക്കും, ഈ ജസ്റ്റ് ഒരു ഹ്യൂമൻ അല്ല അവർക്കൊരു പർപ്പസ് ഉണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ടുള്ള ഒരു തോന്നലൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ പോലും അവർക്കും ഈ ആത്മഹത്യ പ്രവണത കുറവായിരിക്കും. ചുരുക്കം പറഞ്ഞ ഒരു ജീവിത ലക്ഷ്യം വേണം. ജീവിത ലക്ഷ്യം, യെസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല. യെസ്, അത് പ്രിവെന്റബിൾ ആണ്. ദാറ്റ് ഈസ് പ്രിവെന്റബിൾ. അതിന് നമ്മളെല്ലാം ചേർത്ത് പിടിക്കണം. എവിടെയും ഒരു സൈക്യാട്രിസ്റ്റിന് എല്ലായിടത്തും വരാൻ പറ്റത്തില്ല, ഒരു സൈക്കോളജിസ്റ്റിന് എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും അവരുടെ അടുത്തുണ്ടാവും. നമ്മുടെ കൂടെ ഉണ്ടാവും ആ വിഷാദ രോഗി. നമ്മുടെ കൂടെയുള്ള വിഷാദ രോഗിയെ കണ്ടെത്തുക, അവന് കൂടെ ആയിരിക്കുക, അവന്റെ കൂടെ നടക്കുക, ചേർത്ത് പിടിക്കുക, പ്രശ്നങ്ങളെ മനസ്സിലാക്കുക, അവന് വേണമെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് കണ്ടെത്തി കൊടുക്കുക, അവന്റെ ഒരു കൂട്ടുകാരനാവുക, കൂട്ടുകാരിയാവുക. അവന്റെ ജീവിതം നമ്മളിലൂടെ രക്ഷിക്കാൻ കഴിയും. ആത്മഹത്യ കേരളത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.